താമരശ്ശേരി ചുരത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ചുരത്തിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ലതീഷ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകും. ലതീഷ്, കെ.എസ്.ആർ.ടി.സി ബസ്സും കണ്ടെയ്നർ ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഗതാഗതം മുടങ്ങിയിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? മനു, 7 കൂടിയാണ് അപകടമുണ്ടായത്. വയനാട്ടിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസ്സും ചുരം കയറി വയനാട്ടിലേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയും 6-7 വളവുകൾക്കിടയിൽ വെച്ചാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബസ് യാത്രക്കാരായ കുറച്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 22 പേർക്ക് പരിക്കേറ്റു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ആരുടെയും പരുക്ക് ഗുരുതരമല്ല. ഇവരെ മറ്റൊരു കെ.എസ്.ആർ.ടി.സി ബസ്സിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തിട്ടുണ്ട്. 2 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വൺ വേ ആയി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഈ അപകടത്തെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ നിലവിൽ ഉണ്ടായിട്ടില്ല. വൺ വേ ആയി വാഹനങ്ങൾ കയറ്റിവിടുകയാണ്. ഈ വാഹനങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണോ? അതെ, വാഹനങ്ങൾ മാറ്റാൻ ആവശ്യമായ നടപടികളിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വൺ വേ ആയി വാഹനങ്ങൾ കടത്തിവിടുന്നതുകൊണ്ട് കാര്യമായ കുറച്ചൊരു താമസം ഉണ്ടാകുമല്ലേ ആളുകൾക്ക് കടന്നു പോകാൻ? തീർച്ചയായും ആ രീതിയിൽ വൺ വേ ആയി ആണ് ഇപ്പോൾ വാഹനം കടത്തിവിടുന്നത്. അതുകൊണ്ട് പോലീസ് സ്ഥലത്തെത്തി വാഹനങ്ങൾ അപകടം വരുത്തിയ വാഹനങ്ങൾ മാറ്റുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് ഉടൻ കടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മനു.